രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ കാണട്ടോ നമുക്ക്. നമ്മൾ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് മീൻ കറി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു താളിപ്പോണ്ടാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇന്നലത്തെ മീൻ കറി മീൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നു. അപ്പൊ മീൻ കൊണ്ടുവന്നത് കറി വെക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് ആയിരുന്നു. അതിന് പോയി വന്നപ്പോ ഒരു സമയമായി. അപ്പൊ ഇനിയിപ്പോ ചെറിയൊരു തട്ടിക്കൂട്ടത്തെ കറി വെക്കലാണ്. അപ്പൊ അത് കാണട്ടോ നമുക്കൊന്ന്. ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഇതാണ് കേട്ടോ, ഇത് സിഡി മുള്ളനാണ് കേട്ടോ. അത് സിഡി മുള്ളൻ. അപ്പൊ നമ്മൾ ഒരു ചെറിയ വറ്റിക്കലും ബാക്കി കുറച്ച് വറക്കും ചെയ്യാം. അപ്പൊ ഒത്തിരി മുരിങ്ങക്കറി ഉണ്ട്. അപ്പൊ ഒക്കെപ്പാട് അങ്ങനെയുണ്ട് അഡ്ജസ്റ്റ്മെന്റ് തട്ടിക്കൂട്ട് കറി. അപ്പൊ ഞങ്ങള് വറ്റിക്കണത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ സ്ഥലത്തേക്ക് ഓരോ മോഡലാവും. ഇതിലിപ്പോ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സിഡി മുള്ളന്റെ തലഭാഗം നമ്മള് വറ്റിക്കാന്ന് വിചാരിച്ചു. ബാക്കി വാലും അടിയത്തില് ഇതിടണില്ലേ? വാല് ഞാൻ വറക്കണേല് വാല് നടുക്കഷ്ണം നമുക്ക് വറക്കാം. രാവിലത്തെ ചോറ് കഴിഞ്ഞു. വീണ്ടും വെച്ചത്. ചോറ് വെക്കാ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. നമ്മളെ കുക്കറിലായതുകൊണ്ട് അടിച്ചാൽ കഴിഞ്ഞായി. കുക്കറിലായതുകൊണ്ട് ചോറ് വെക്കാനൊന്നും പണിയില്ല. നല്ല റേഷനരിയാണ് കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയ നല്ല അടിപൊളി റേഷനരിയാണ്. നല്ല രസം. ഒന്നൊന്നുമ്പോ തൊടാത്ത പോലത്തെ നല്ല അരിയില്. അല്ലെങ്കിൽ കിട്ടണതൊന്നും അത്ര നന്നാവാറില്ല. ഇത് ഇനി ഇതാക്കണ്ടേ? മതിയോ? അത് വെളുത്തുള്ളി എടുത്തിട്ടാ. വെളുത്തുള്ളി എടുത്തല്ലേ? അല്ലെങ്കിൽ ഇത് ഇനി വേണോ? വേറെ മതിയോ? ഒരു ശകലം കൂടി എടുക്കും. ഇത് മസാല നുറുക്കി വെച്ചതാണ്. മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ അതിക്ക് മസാലക്കുള്ളതാണ് ഇതൊക്കെ. എന്നൊക്കെ നേരാക്കിയിട്ട കൊഞ്ച. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പണി മുറുക്കേണ്ട ആവശ്യമില്ല, മുറിക്കേണ്ട ആവശ്യമില്ല. ചെറിയുള്ളി ഇന്ന് കൊണ്ടുവന്ന മീനാണ്. ഇതാണ് നമ്മളുടെ മസാലക്കൂട്ട്. വറക്കാനുള്ള കൂട്ടാണ് കേട്ടോ. അതെ. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി. ഇത് ഫുള്ളുവാണോ? വേണ്ട, ഒരു പതിൻ്റെ പകുതി മതി. അത്ര മതിയോ? മതി. അത് മതിയല്ലേ? കഴുകിയിട്ടില്ല, ഇത് മുഴുവൻ കഴുകാനാ. മതിയോ? ഓ, ഇത് മതി. ഞാനോ വെളുത്തുള്ളി ആ മതി. അല്ലെങ്കിൽ ഈ പണിയൊക്കെ രാവിലെ കഴിയേണ്ടതാണ്. കൂട്ടാൻ പരിപാടിയൊക്കെ ശരിക്കും രാവിലെ തന്നെ കഴിയണതാണ്. പുറത്ത് പോയതുകൊണ്ട് പിന്നെ എന്താ പറയാ, ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അയിമയ്ക്ക് അങ്ങനെ തിരിഞ്ഞിട്ടില്ല. അത്യാവശ്യം കറി ഉണ്ടായതുകൊണ്ട് മുരിങ്ങയുണ്ട്, മീൻ പൊരിച്ചത്, മീൻ വറുത്തത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ ജീരകമാണ് കേട്ടോ. നമ്മള് മീൻകറി ബാക്കി ഉണ്ടായിരുന്നു. എന്താ പറയാ, വറക്കിനേക്ക് മസാല. വലിയ ജീരകം എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക. കുരുമുളക് ഇപ്പൊ കഴിഞ്ഞു. വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വലിയ ജീരകം, പിന്നെ കുരുമുളക് ഇല്ലാത്തോണ്ട് നമ്മള് കുരുമുളക് ഇടുന്നില്ല. അപ്പൊ പിന്നെ കുരുമുളക് കഴിഞ്ഞത്. ഇതിന്റെ അടിപൊളി മിക്സിയാണ്. ഞാൻ ഉടുപ്പൊക്കെ ഇടിച്ച കുട്ടിയാണ് അല്ലേ? അതെ. ഞാൻ ഇവിടെ മിക്സിക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, മിക്സിക്കും ഗ്യാസ് കുറ്റിക്കും ഒക്കെ ഉടുപ്പുണ്ട്. ആ ഉടുപ്പാണ്. ഇത് മുളകും പൊടിയാണ് കേട്ടോ. പൊടികളൊക്കെ ഇതിലിടാം. ഞാൻ അങ്ങനെ ഇടയ്ക്ക് കള്ളപ്പണിക്ക് അതൊക്കെ എടുക്കും. എളുപ്പപ്പണിയാണ്. ഫുള്ള് എളുപ്പപ്പണിയുടെ ആളാണ്. അതാണ് നേരത്തെ തട്ടിക്കൂട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താ വെച്ചോ? ഇത് നമ്മള് ശനിയാഴ്ച അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. നമ്മളെ ഉപ്പാണ്. അന്നു പഠിക്കേണ്ടതാണ്. പഠിക്കാം. അപ്പൊ അനക്ക് എന്താ ഇനി പരിപാടി? എന്താ പണി? ഇതാണെങ്കിൽ നിന്ന് തിരിയാന് സ്ഥലമില്ലാത്തൊരു അടുക്കളയാണ്. ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമുള്ളൂ. എല്ലാവരുടെയും ചോറും കറിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒക്കെ ഉണ്ടാക്കണല്ലോ. ഇങ്ങനത്തെ പരിപാടികൾ എവിടെയെങ്കിലും കണ്ടോ? ഇത് എളുപ്പപ്പണിയാണ്. ഇങ്ങനെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് വേഗം കാര്യം നടക്കുന്നു.
ഇത് അങ്ങട്ട് അങ്ങട്ട് മസാല ഇങ്ങോട്ട് ഇട്ടാ മതി. ഉപ്പ് അതിലിട്ടോ? എല്ലാതും ഇട്ടണോ? ഉപ്പ് ഇട്ടോ? അത് ഞാൻ കണ്ടില്ല. അത് നല്ല സുഖമാണ്. അതുകൊണ്ട് നല്ല പരിപാടി. ഇനി ബാക്കി ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്തുവെച്ചാ അടുത്ത മീൻ വറക്കുമ്പോ എടുത്താൽ മതിയല്ലോ. നല്ലൊരു ഇങ്ങനത്തെ പരിപാടി കേട്ടോ. നല്ല ഐഡിയ ആണ് കേട്ടോ. ഐഡിയക്ക് പിന്നെ സജ്ജതന്നെ കഴിഞ്ഞിട്ടോ. എളുപ്പപ്പണിനെ നടക്കുള്ളൂ. എങ്ങനെയായാലും ഒരുപോലെ തന്നെയാണ്. മറ്റേത് വേറെ പൊടിയിട്ട് കുഴക്കുന്നതും ഇതിലിട്ട് കുഴക്കുന്ന ഒരു വ്യത്യാസം. ഇതാണ് കൂടുതൽ. അപ്പൊ ഇതാവുമ്പോ എന്താണെന്നറിയോ, ഒക്കെപ്പാടെ ഒപ്പം നന്നായിട്ട് മിക്സ് ആവും ചെയ്യും. അങ്ങനെ ആകുമ്പോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും തോന്നുന്നുണ്ട് കേട്ടോ. നല്ലതായോ? ചോറായോ? ചോറ് അത് 2 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. ഒന്നും വെന്തിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. നല്ല അരിയാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്നുകൂടെ ആവണം. അരി അടിപൊളി. ഇപ്രാവശ്യം കിട്ടിയ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല അരിയാണ്. നമുക്ക് വറ്റിക്കാനുള്ളത് എന്റെ തല മാത്രം. ഇതിലിപ്പോ പുളി ഒഴിച്ചിടണോ? ഇത് ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് വറ്റിക്കുന്നത്. ഇതില് പച്ചമുളക്, തക്കാളി ഇടണം. അതെ. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇടട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പൊ കുറച്ചിട്ടാൽ മതി. നീ എരിഞ്ഞിട്ട് വായിക്ക് വെക്കാൻ പറ്റില്ല. സജിതേ, പൊളിച്ചെടുക്കണ്ട. ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്. ആരോടെങ്കിലും ദേഷ്യം പാത്രത്തിൽ തീർക്കരുത് അല്ലേ? പെണ്ണുങ്ങളെ പൊതുവെ ഒരു സ്വഭാവമാണതേ. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പാത്രത്തിൽ തീർക്കുക. ഇത് അങ്ങനെയുള്ള സംഭവം അല്ല, കയ്യിൽ നിന്ന് പോയതാ. അല്ല, സാധാരണ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു സ്വഭാവമാണല്ലേ. എന്താ, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ പാത്രത്തിൽ തീർക്കുക. അതാകുമ്പോ പിന്നെ നമ്മളൊന്നും ചെയ്യൂല. നമ്മളോട് തിരിച്ചൊന്നും കാട്ടും പറഞ്ഞ് ചെയ്യൂലല്ലോ. ഇല്ല, ആയിട്ടില്ല, ഒന്നുകൂടെ ആവണം. അതെന്താണ്ടായിന്നറിയോ? അടിച്ചു. അപ്പൊ പിന്നെ എനിക്കൊരു പേടി. മറ്റേ എന്താ പറയാ, കഴിഞ്ഞ പിന്നെ ഒന്നിനും തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഒരു 1.5 തക്കാളി ഇടണുണ്ട്. പിന്നെ ഞാൻ അതിന്റെ ആവി കളയും ചെയ്തു. വിസില് കുറച്ച് കളയും ചെയ്തു ഞാൻ. തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി പൊടികള്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉണ്ട് എടുക്ക്. മഞ്ഞൾപ്പൊടിയും ഓറഞ്ച് പൊടി നമ്മള് ഇതാട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മളത് മറ്റേ തേങ്ങാച്ചോറിൽ പിന്നെ നമ്മൾ ഓറഞ്ച് പൊടിയാക്കി. ഇനി കാശ്മീരി മുളക് പൊടി കേട്ടോ. അതാകുമ്പോ പിന്നെ എരിവുണ്ടാവില്ല, നല്ല മസാല ഉണ്ടാവും. മതിയല്ലോ? മതിയല്ലോ. ഇനി ഉപ്പ് എടുക്കും. എന്നിട്ട് നല്ലോണം കയ്യും കൊണ്ട് അങ്ങോട്ട് ഇങ്ങടെ കത്തി. കുട്ടികള് കത്തി കൊണ്ട് കളിക്കാൻ പാടില്ല. ഉപ്പിന് എന്തിനാ കയറി ഇട്ടിട്ട് വേണം. കത്തി കൊണ്ട് കളിക്കണ്ട. ഉപ്പിനൊക്കെ ഭയങ്കര പഞ്ചാണ്. താഴത്ത് എടുത്തച്ഛന ഇനി കുപ്പി കഴുകിയിട്ടേ എടുക്കാലോ വെച്ചിട്ടാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ കൈയും കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. കൈയും കൊണ്ട് തന്നെ ആക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉപ്പിടാതൊന്ന് കഴുകട്ടെ. അപ്പൊ കുപ്പി കഴുകായിട്ട് കഷ്ടായിരുന്നു. അതെ. നമ്മളിത് നല്ലോണം മിക്സ് വെല്ല് കേട്ടോ. മിക്സ് വെല്ല് ആയിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടത് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ അങ്ങനെയാണ് കേട്ടോ വറ്റിക്കാറ്. ഓരോ ഭാഗത്തേക്ക് ഓരോ പോലെയാണ് ഇത്. അമ്മയുടെ കണ്ടു പഠിച്ചതാണ്. അമ്മയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെയാണ്. അമ്മയ്ക്ക് അങ്ങനെ വിസ്തരിച്ചുണ്ടാക്കണ പരിപാടിയൊന്നും അല്ല. പക്ഷെ ഉണ്ടാക്കണത് ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ, അത് രസമാണ്. നമ്മള് ഇങ്ങനെ പടുകൂട്ടാൻ മോഡൽ ഉണ്ടാക്കി അമ്മയുടെ പുളികളിലൊന്നും നമ്മൾ ഉണ്ടാക്കിയത് നന്നാവൂല്ല കേട്ടോ. അത് വേറൊരു മോഡലാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു വെറും വെള്ളമായി. ഇനി അടുപ്പത്തേക്ക് വെച്ചു. കത്തിച്ചിട്ടില്ലല്ലോ? ഇല്ല, കത്തിച്ചിട്ടില്ല. പുതിയ മോഡലാണ് കത്തിക്കലൊക്കെ. മറ്റേ അതൊക്കെ കുട്ടികളെ എവിടെ കൊണ്ട് കളഞ്ഞതാണ്. ഞങ്ങൾ അപ്പുറത്തേക്ക് ആയതുകൊണ്ടേ ഓരോന്ന് പുറത്തേക്ക് പോകും. കുട്ടികളോട് നമ്മള് ഇവിടുത്തെ സാധനങ്ങൾ തരണെങ്കിൽ താഴ്ത്തു പോയാൽ മതി. അപ്പൊ എല്ലാം അവിടെ ഉണ്ടാവും. ഓരോന്ന് ജനന്റെ മണി പ്ലാന്റ് ആണ്. ഞാൻ പൊന്നേ കരളേന്ന് പറഞ്ഞ് നോക്കുന്നതാണ്. അവിടെ ഉണ്ട് അല്ലേ? പുറത്തുണ്ട്. അതെ, നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വളർന്നു. അതെന്താ 2 ദിവസം ഇവിടെ നിന്ന് മാറിന്നാല് വെള്ളം ഒഴിച്ചു ബുദ്ധിമുട്ടാവും. ഇനി നമ്മളിത് ചെറിയ തീയില് ആദ്യം തിളക്കണം. അടച്ചു വെക്കാം.
ലച്ചുവിന് ചെരുപ്പ് എടുത്തോ ഞാൻ പറയാൻ എടുത്തോ? ഓള് ചെരുപ്പില്ലാണ്ട് എത്ര ദിവസമായി ചെരുപ്പ് ഉണ്ട് നാശാക്കും എളുപ്പം. മറ്റേ ചെരുപ്പ് അന്ന് കിട്ടിയില്ലേ? അടച്ചു വെക്കട്ടോ, അടച്ചു വെച്ചിട്ട് വേവിക്കുക. ചെറിയ തീയില് കണ്ടാ അപ്പൊ അത് നല്ല കുറുകി വരും വറ്റി വരും. അടിപൊളി ചെരുപ്പാണല്ലോ. എനിക്ക് തോന്നിയത് ഒന്നുകൂടി നല്ലതാണ് ഓളെ കൊണ്ട് പോയാലേ ഓളെ കൊണ്ട് പോയി കഴിഞ്ഞാല് ഒന്നൊന്നും എടുത്തോ ബെൽറ്റ് അപ്പൊ എന്താ ഓളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഓൾക്ക് ഇഷ്ടമുള്ള എടുക്കും. പക്ഷെ അത് 5 പൈസക്ക് കൊള്ളൂല, 2 ദിവസമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തതാ എടുക്കുക. അപ്പൊ ഓളെ കൂട്ടാണ്ട് പോയിട്ട് അറിയാണ്ട് പോയി എടുത്തതാണ്. അപ്പൊ നോക്കുമ്പോ ഇഷ്ടാവും ചെയ്തണു, പാകമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആകെ കൊള്ളൂല എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ലച്ചുമോളെ ചെരുപ്പ്? പുതിയ ചെരുപ്പാണ്. അവൾക്ക് എത്ര ചെരുപ്പ് വാങ്ങി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഒക്കെ കൊണ്ടേ കളയല മെയിൻ പരിപാടി. എങ്ങോട്ട് പോയാലും ഒരാൾ എന്നിട്ട് അത് പൊറുക്കാനായിട്ട് പിന്നാലെ നടക്കണം. അപ്പൊ ലച്ചുവിന്റെ ചെരുപ്പ് ബെൽറ്റ് എവിടെ വെച്ചു? കൊറേ ദിവസമായി കറങ്ങണ ബെൽറ്റ് കറങ്ങണ ബെൽറ്റ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ ക്രൈസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓല കൂട്ടത്തിന് നടക്കുമ്പോൾ ചെയ്യണതൊക്കെ ബനും ചെയ്യണം. അപ്പൊ അന്ന് തുടങ്ങിയതൊക്കെ കറങ്ങണത് വേണം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? അപ്പൂന് അങ്ങനെ കറങ്ങണ ബെൽറ്റ് വാങ്ങിയിരിക്കുന്നു. ഇതാ കറങ്ങണ ബെൽറ്റ്. ഇനിയിപ്പോ രസം ഉണ്ടാവും കേട്ടോ. അച്ഛന് ഇത് കണ്ടാലും അവൻ കൊറേ ദിവസമായി അവന്റെ കറങ്ങണ സാധനം പോയണോ. ബെൽറ്റ് ഒക്കെ ഉണ്ട്, കറങ്ങണ സാധനം എവിടെ കൊണ്ട് കളഞ്ഞതാ. അന്ന് കോഴിക്കോട് ബീച്ചിൽ പോയപ്പോ അങ്ങനെ അപ്പൂസിന് ബെൽറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പൂസിന്റെ ബെൽറ്റ് കാണിച്ചെടുത്താൽക്ക് രസണ്ട് വെച്ചോക്കാ, ഇഷ്ടായി വെച്ചോക്കാ. ഇങ്ങനെ നല്ല രസണ്ട്. ഇത് എവിടുന്ന വാങ്ങി നിങ്ങള്? ഇനി അച്ഛനെ അവിടുന്ന് വാങ്ങി കൊടുക്കണം. അല്ലെങ്കിൽ ഇനി ഈ വീഡിയോ കാണുമ്പോളേ അവിടെ തല കുത്തി മറിയും. അപ്പൂസിന് വാങ്ങിക്കൊടുത്തു. സ്കൂളിന്റെ വഴിയത്തെ കടയെന്നാണ് അല്ലേ? അവിടെ അതേപോലത്തെ നല്ല കറങ്ങണ ബെൽറ്റ് കിട്ടും. ആവശ്യമുള്ളവരൊക്കെ അവിടെ പോയി വാങ്ങിക്കോളൂ പറഞ്ഞു. ആ പുണ്യേ കടയുടെ പരസ്യമൊന്നല്ല പറഞ്ഞത്. രാവിലത്തെ ദോശയും കറിയാണ് കേട്ടോ. ഇതുവരെയായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങള് വൈകുന്നേരം ചായക്കടിക്ക് വേറെ ഉണ്ടാക്കിയതുകൊണ്ടേ ഇതും തന്നു. പക്ഷെ എല്ലാവരും കഴിച്ചു. എനിക്ക് പൊതുവെ ഗ്രീൻ പീസ് ഉണ്ടായ പിന്നെ അങ്ങനെ പോയിക്കോളും. താളിപ്പാണ് കേട്ടോ, മുരിങ്ങ താളിപ്പ്. ഇഷ്ടപ്പെട്ട സാധനമാണ്. ചൂട് ചോറും മുരിങ്ങ താളിച്ചത്. പിന്നെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് വേറെ ഉഷാറായിരുന്നു. ഉണക്കമീൻ ഇഷ്ടമില്ല? അല്ല, ഉണക്കമീൻ ഇഷ്ടമാണ്. ചൂടുള്ള ചോറും മുരിങ്ങ താളിച്ചതും എന്താ ഉണക്കമീനാണ് കേട്ടോ ഇഷ്ടം. അതെ, ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ഇത്തിരി ചിത്ര. അതാ ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും കേട്ടോ. അതെ, വെറുതെ ഇരിക്കുമ്പോ പഠിച്ചിട്ട് അപ്പൊ ഇതൊക്കെ വായിച്ചു. ഇപ്പൊ തന്നെ നോക്കിക്കോ, ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിട്ടേ. ഞങ്ങൾക്ക് ഡാൻസിലാണ് കൂടുതൽ കമ്പം. അപ്പൊ അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു മീറ്റിങ്ങിന് വന്നപ്പോ കുറച്ച്. പിന്നെ മടിയുടെ കൂട്ടത്തിലാണ്. നല്ല മടിയാണ്, പഠിക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക്. അപ്പോ എല്ലാത്തിനും ഇപ്രാവശ്യത്തെ പരീക്ഷയില് എല്ലാത്തിനും കുറച്ച് മാർക്ക് കുറച്ച് കമ്മിയുണ്ട്. ടീച്ചർ ഇനി അടുത്ത പരീക്ഷയ്ക്കെങ്കിലും നല്ല ഇമ്പ്രൂവ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തിളച്ചു. ഇനി ഇത് തീ കമ്മിയാക്കി വെക്കുക. എന്നിട്ട് നല്ലോണം കുറുകണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ വെക്കാത്തവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ദോശ ടീച്ചർ എന്താ വരാത്തൂന്നോ? വേണോ ദോശ? ഇതാണ് കലക്കിപ്പാർന്ന അപ്പം. ഞങ്ങള് പച്ചരിയപ്പെന്ന് പറയും, ഷീയപ്പെന്ന് പറയും, കലക്കിപ്പാർന്ന അപ്പം എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇതൊക്കെ അത് പെണ്ണുങ്ങൾ പൊതുവെ അങ്ങനെയാണ്. അത് പറ്റുമോന്നൊന്നും അറിയില്ല. പക്ഷെ ഏറ്റവും സൗകര്യം അതാണ്. ഉള്ളി നന്നാക്കാനൊക്കെ കയറിയിരിക്കുക. ഇവിടെ പിന്നെ വേറെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിലത്തിരിക്കാനല്ലേ പറ്റുള്ളൂ. ഇതൊരു സൗകര്യമാണ്, നല്ലൊരു സൗകര്യമാണ്. പ്രത്യേകിച്ച് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആവും അത് വിചാരിക്കുന്നു. ഞങ്ങൾ മാത്രം ഇങ്ങനെയുള്ളതെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം ഇരിക്കാന്. സുഖാണേ. ID കാർഡോ അവിടെ ഉണ്ടാവുമല്ലോ. ഇതിന് നല്ല വറ്റി കുറുകി കേട്ടോ. അപ്പോഴത് ടേസ്റ്റ് ആവും. എവിടെ വെച്ച് ഓർമ്മല്ല. കുട്ടിക്കാണോ ഇവിടെ ദോശ വേണോ? അവരൊക്കെ കഴിച്ചതാണ് നേരത്തെ. ഇനിയാണോ? എന്താണ്? ഏതാ? വേറെ
ടീച്ചറും കുട്ടി കളിക്കുക. ആ അവനെ കുട്ടിയാക്കാനാണ്, അവൾക്ക് ടീച്ചറാവാനാണ്. അപ്പൊ ഇക്കോ കളിച്ചു. ഞാൻ കഴിച്ചല്ലോ നേരത്തെ തോന്നണം കഴിച്ചു. അതും വേണോ? എന്നാ പാത്രം വേണ്ടി വരും. നമുക്ക് പാത്രത്തിൽ തരാം. ചോറ് വന്നോന്നാവും. എന്നാ അതിലിട് പിടിക്കൂ. ദോശ ഇതില് ഞങ്ങള് പച്ചരി ഇപ്പൊ ഞങ്ങക്ക് നേരെ വൈകി നീക്കുന്ന ദിവസങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ. പച്ചരിയപ്പം, ചീയപ്പം ഒക്കെ പറയും ഞങ്ങളെ കലക്കപ്പാരി. ആ മലപ്പുറത്തെ സ്പെഷ്യൽ വിഭവം. ഇത് ഒരുവിധം ചിലയിടത്തൊന്നും അറിയില്ല. എന്റെ വീട്ടിലേക്കൊന്നും അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ അപ്പത്തിന്റെ ഒക്കെ അറിയണത്, മൈദപ്പം. അപ്പൊ ഞങ്ങള് ഇവിടെ ജോബിലുണ്ട് ഇത്രയും. ഇത് നമ്മക്ക് എങ്ങനെ മനസ്സിലായിന്നറിയോ? അമ്മ മുണ്ടമ്മക്കാരോട് പണിയെടുത്തായിരുന്നില്ലേ, അവിടെ ഈ അപ്പം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നമ്മളിത് പഠിച്ചത്. ഇത് ഈ മലപ്പുറം ഭാഗത്തെ ഒരു പ്രത്യേകിച്ച് മുസ്ലിങ്ങള് വീട്ടില് സ്പെഷ്യലാണത്. നമുക്കേ പച്ചരിയപ്പം നമുക്ക് അറിയില്ല. പച്ചരിയപ്പം സംഭവം ഇതിനെ കുറിച്ച് അറിയില്ല. അമ്മ പണിയെടുത്തായിരുന്ന വീട്ടിലെ മുണ്ടമ്മക്കാരെ വീട്ടില് ഇത് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാട്ടോ. അപ്പൊ അവിടുന്ന് അമ്മ അങ്ങനെ കൊണ്ടുവന്നു തരുവേ. അങ്ങനെ മനസ്സിലായതാണ് ഈ അപ്പം. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കല് തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് ഭയങ്കര ആർത്തിയായിരുന്നു ഇതിനോട്. കാരണം വെറൈറ്റി അറിയില്ലല്ലോ. ഇതിക്ക് ഒരു തേങ്ങയുടെ ഒരു സമ്മന്തി കൂടി തേങ്ങ ചമ്മന്തി, അതാണ് ഇതിനൊക്കെ ഏറ്റവും രസം. പിന്നെ ചിക്കൻ കറി അതിലും നല്ല ടേസ്റ്റ്. മീൻകറി രസാ. ചിക്കൻ കറിക്ക് ഏത് കറി മീൻ മുളകിട്ടതും ഇതും നല്ല കോമ്പിനേഷൻ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങ ചമ്മന്തി. തേങ്ങ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പറഞ്ഞ പിന്നെ ഉണ്ടാക്കാനും വേഗമാണ്, പെട്ടെന്ന് കാര്യം കഴിയും. പെട്ടെന്ന് നമ്മള് നേരെ വൈകി നീക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കിന്ന് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, വേഗം ഉണ്ടാക്കുക. കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അത്. നിങ്ങൾ അവിടെയൊക്കെ എന്തിനാ പറയാന്നൊന്നും പറയണ്ട. കണ്ണറിയില്ല പച്ചരിയപ്പത്തിന് എന്താ അവിടെ പറയാല്ല. പലരും പല രീതിയിലാ പറയും. ഷീയപ്പം എന്ന് പറയും, കലക്കി പാർന്നപ്പം എന്ന് പറയും, പച്ചരിയപ്പം പറയും, കലക്കി പാർന്ന അപ്പം പറയും. കൂടുതൽ ഇത് അങ്ങനെ നമുക്കിത് മനസ്സിലായത് അവിടുന്ന് കിട്ടിയതാ. ഇത് നിന്നാ പിന്നെ ചോറിനുണ്ടാവില്ല. കറി നന്നായിട്ട് തിളച്ചണം കേട്ടോ. ഇനി ഇത് കുറുകണേ, കുറുകി വറ്റി വരണം. ഒരു മീനാണ്, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതാണോ വന്നിട്ടുണ്ടാവും? ഒന്നുകൂടി തളച്ചോട്ടെ. പച്ചക്ക് തിന്നാൻ വയ്യ. പച്ചക്ക് തിന്നാൻ പൂച്ചല്ല. അതെ, ചിലപ്പോ വിശപ്പിന്റെ അസുഖം കുറച്ച് കൂടുതലാ. അതുണ്ടാവേ, ക്ഷീണുണ്ടല്ലോ. ഉപ്പ് കുറവാണ്. ഉപ്പാണ് കേട്ടോ കുറവാ. നോക്കാം, ഉപ്പ് നോക്കിയിട്ട് കാര്യം. പുളിയൊക്കെ പാകാണ്. ഉപ്പ് കുറവുണ്ട്. ഉപ്പിന്റെ കുറവൊന്നുള്ളൂ. ഇനി അതൊന്ന് പൊരിക്കും ചെയ്ത് നമ്മളെ അടുക്കളത്തെ പണി ഇന്നത്തെ തട്ടിക്കൂട്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് ലൈവ് ഇടാൻ പോവാൻ. ലൈവ് ഇടണം. ലൈവ് അങ്ങനെ തിന്നണ പറഞ്ഞോ. തിന്നണ കാര്യം ആയതുകൊണ്ടേ കുറച്ച് ശുഷ്കാതി കൂടുതലാണ്. നല്ല ആസ്വദിച്ച് കഴിക്കണം അവൾക്ക്. എനിക്ക് അങ്ങനെ വേഗം കഴിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. മെല്ലെ 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 കഴിച്ചിട്ടേ തരണം. നല്ല ആസ്വദിച്ച് കഴിക്കണം. ഇപ്പൊ ഞങ്ങൾക്കൊന്നും മീനില്ല ഗൈസ്. ഫുള്ള് മീനും ഓ കഴിച്ചു. ഇനി ഞങ്ങൾക്കൊന്നും മീനില്ല. എപ്പോഴെങ്കിലും എങ്ങനെ മീൻ തിന്നാനുള്ളൂ. ഇല്ല, ഇത് എന്താ കടയിന്ന് വരാൻ കാത്തിട്ടൊന്നും ചെയ്യാം. കടയിന്ന് വാങ്ങണ അരി പോലെ ഉണ്ട്. കറി റെഡി ആയിട്ടോ. CD മുള്ളൻ വറ്റിച്ചത് ഒന്ന് നോക്കി നോക്കിയാ. CD മുള്ള വറ്റിച്ചത് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ചൂടുള്ള ചോറും CD മുള്ള വറ്റിച്ചതും CD മുള്ള വറുത്തതും. മസാല തേച്ച് വെച്ചിട്ടുണ്ട്, വറുക്കാൻ പോവാണ് കേട്ടോ. തീരുമാനം അപ്പൊ നമ്മളുടെ ഈ വറുക്കട്ടെ കേട്ടോ, വറുക്കാൻ പോവാണ്. സൺഫ്ലവർ ഓയിൽ കേട്ടോ, സൺഫ്ലവർ. ഇതാണ് സജിതയും കുഞ്ഞുമാനും കൂടെ കുടിച്ചു തീർത്ത MGM. അതില് സൺഫ്ലവർ ഒഴിച്ചതാണ് കേട്ടോ. അത് അന്നൊരു വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ലേ? അതെ. എങ്ങനെ പോയാലും വലിയേട്ടനും സജിതയ്ക്കും തൊയിരല്ല. ഏതിനെ പോയാലും തട്ട് മൊത്തം ഓൽക്ക. അതെ 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 അത് അങ്ങനെയാണ്. കണ്ണേട്ടൻ ഗുരുപ്രസാദ്. അതെ 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 ഫുള്ള് അതെ അതെ ആളാണ്. അപ്പൊ ഞാനും അതെ 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 നമ്മള് ലൈവിലുള്ള ആളാണ് കേട്ടോ. ഇത് ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ. മീൻ വറുക്കാനായിട്ട് മാത്രം മേടിച്ചതാണ്. ഇതിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അയ്യോ മണം, എന്താ മണല്ലേ മീൻ വറുക്കും. അടിപൊളി മണം. മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അതാണ് സജിതയുടെ മസാലയുടെ ഗുണം. അതാണ് മണം. എന്താ മണം എന്നറിയാം. സെറ്റപ്പ് മണം. രണ്ട് വട്ടമായിട്ട് വറക്കേണ്ടി വരും അല്ലേ? കൊള്ളൂലല്ലോ. സൂപ്പർ മണം. എണ്ണ കുറവുണ്ടായിട്ട് ഞാൻ ഒഴിച്ചിരുന്നു. ഉപ്പായിരിക്കും ഇട്ടിട്ട് എത്ര പാകത്തിന് ഇട്ട് ഉപ്പ്. ഇത് രാത്രിയുള്ള ഈ പരിപാടി, ഈ ചോറ് കറി വെക്കല് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. അപ്പൊ പകല് കഴിഞ്ഞാല് പിന്നെ രാത്രി നോക്കണ്ട. പകലെന്നും കഴിയണതാണ്. എങ്ങടെങ്കിലും നമ്മൾ ഈ പുറത്തേക്ക് പോണ ദിവസങ്ങളിലാണ് ഈ രാത്രി. ഉച്ചയ്ക്ക് പോണ്ടതല്ലേ. അപ്പൊ പിന്നെ രാവിലത്തെ ഇന്നലത്തെ കറി വെച്ചിട്ടേ ഉച്ചക്കത്തെ ഊണ് അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരത്തേക്ക് പോരേച്ചിട്ടേ ഭ്രാന്താണ് രാത്രി അടുക്കളയിൽ കിടന്നിട്ടുള്ള മുട്ടിത്തിരിച്ചില്. എല്ലാം പകലങ്ങോട്ട് ഒരുങ്ങിയാ പിന്നെ നമുക്ക് രാത്രി പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. എങ്ങടെങ്കിലും പുറത്തു പോകുന്ന ദിവസങ്ങളിൽ പിന്നെ നടക്കൂല. അതിന് നിന്നാ പോകേണ്ടടത്തേക്ക് കറക്റ്റ് ടൈമിന് പോകണ്ടേ. 2 മണിക്ക് മീറ്റിംഗ് ആയിരുന്നു. ലച്ചുവിന്റെ സ്കൂള് എന്നായിരുന്നു മീറ്റിംഗ്? അത് മിനിഞ്ഞാന്നായിരുന്നു. അപ്പൂസിന്റെ സ്കൂളിലായിരുന്നു അപ്പൂസിന്റെ മീറ്റിംഗ് ആയിരുന്നു. PTA മീറ്റിംഗ്. എക്സാമിന് അവിടുന്ന് പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ചെല്ലണം. അപ്പളേ പേപ്പർ വരൂലല്ലേ? അപ്പൊ പിന്നെ എന്താ വെച്ചാല് നല്ല ക്ലാസ്സും കാര്യങ്ങളും എല്ലാതും പറയാനൊക്കെ നമ്മളൊരു വർഷം നമ്മള് മക്കളുടെ കാര്യത്തിനൊക്കെ പോണ്ടേ. അപ്പൊ പൊട്ടിത്തെറിച്ചു. അതിന് പോയി വന്നപ്പോ സമയം 5 മണിയായി. ഈ കൂട്ടിയിട്ടാലാണെങ്കിൽ മേത്തിക്ക്. അല്ല ഇതെന്താന്ന് പറയുക, ഇത് കുറഞ്ഞ ചെറിയ അടുപ്പാണ്. അതായത് ഇത് നല്ല തീയെ വരും. ഇത് ചെറിയ ഇതാണ്. അപ്പൊ അത് കൂട്ടിയിട്ടാൽ തന്നെ ഉള്ള ഒന്ന് ചൂടാവുകയും ചെയ്യാം. അതായത് ഒന്ന് ഇത് പൊട്ടിത്തെറിക്കാണ് മേത്തിക്ക്. അത് പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചിട്ടാണ് ഞങ്ങക്ക് ലൈവില് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി ലൈവ് ഉണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവര് ഒക്കെ ലൈവില് ഒന്ന് കയറാൻ ശ്രമിക്കണം കേട്ടോ. അല്ലേ? എല്ലാരും സബ് ചെയ്തിട്ട് എല്ലാരും സബ് ചെയ്യണം. എല്ലാരും സബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല, സബ്സ്ക്രൈബ് പറയാൻ പാടില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞത്. ലൈവില് കയറിയപ്പോൾ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലായില്ല. നമുക്ക് ഈ തുടക്കക്കാരായതുകൊണ്ട് കുറെ അതിനെ കുറിച്ചുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല. അങ്ങനെ പറയാൻ പാടില്ല. കൂട്ടാക്കുക, ഫ്രണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്ര പറയാൻ പാടില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ കൂട്ടണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക, സബ്ബാക്കുക. ഇത് അവിടേക്ക് വെച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ എല്ലാവരും ഒരുപോലെ ആവുകയും. ഇത് നിന്റെ ഉള്ളിലേക്ക് തിരുകാൻ പറ്റും. മസാല കൂടുതലും ഈ ഉള്ളി മസാല ആവുമ്പോ എന്താണെന്നറിയോ, പെട്ടെന്ന് കരിയും. പക്ഷെ വെന്തിട്ടിട്ടുണ്ടാവൂല. അപ്പൊ നമ്മളതൊരു സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ നോക്കിയാണ്ട് നിക്കണം. അത് നടക്കും. പിന്നെന്താ, ഇത് ചെറിയ അടുപ്പാണ്, അത് കുറച്ച് വലുതാണ്. അപ്പൊ ഇതാകുമ്പോ ആ അടിക്ക് മാത്രമേ ആവുള്ളൂ. കറിയിലേ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഇട്ടതാണ് കേട്ടോ. പൊട്ടും. അത് പൊട്ടിച്ചോ കഴിച്ചാ? ആരാത്? ഉപ്പ് കുറവാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടതാ. എങ്ങനെ മീൻ മൊത്തം പൂച്ചരുന്ന് തിന്നഴിഞ്ഞേ? അയ്യോ, ഞാൻ 2 മീൻ എടുത്തിട്ടുള്ളൂ. വെച്ച മീനൊന്നും ഇതില് കാണാനില്ല. തല മാത്രം വറക്കാൻ കുറച്ച് കൂടുതൽ എടുത്തു. വറ്റിക്ക് നമുക്ക് കറിക്കരുന്നുള്ളു പോലെ വിചാരിച്ചിട്ട്. അപ്പൊ നോക്കുമ്പോ 2 മീൻ ഞാൻ തന്നെ തിന്നു. 2 തല കേട്ടോ. ഉപ്പായോ അറിയില്ല. ഏട്ടാ നോക്കി നോക്കി. ഇനി വലിയേട്ടൻ കഴിക്കുമ്പോ അഭിപ്രായം പറയും. അപ്പൊ ആയിട്ടില്ല, സംശയമുണ്ട്.
ആയോ മതിയോ? ചോറിക്ക് ചിലപ്പോ എത്ര ഉണ്ടായാലും ഉപ്പ് ചോറിക്ക് ഉണ്ടാവൂലേ, അങ്ങനെ ഒരു പ്രശ്നം. ഉപ്പിട്ടാ മതിയാവൂല. നല്ല ഉപ്പിന്റെ ആളാണ് കേട്ടോ. നല്ല ഉപ്പും പുളിയൊക്കെ വേണം, നല്ല മധുരം വേണം, നല്ല പുളിയും വേണം. നല്ല വേണം, നല്ല ചൊടി വേണം, നല്ല ചൊടി വേണം, എരിവ് വേണം, ഉപ്പ് വേണം, പുളി വേണം. ഒക്കെ നല്ല ഒന്നും വല്ലാണ്ട് ഒക്കെ നല്ല ചോറിന് അങ്ങനെ അങ്ങനെ നല്ല ഇറങ്ങി പോണെങ്കിൽ നല്ല ചൊടിയാണ്ടേ, ചൊടിയില് ഇങ്ങനെ തിന്നണ്ടേ. അപ്പൊ ചോറ് ഇറങ്ങി പോണത് അറിയൂല. അതുകൊണ്ട് ഒക്കത്തിന് നല്ല ചൊടിയാണ്. ഉരും പുളിയൊക്കെ നല്ലോണം വേണം. ചോറ് ഇങ്ങനെ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോവും. എണ്ണ കുറവാണ് ഗൈസ്. കച്ചൂര് ഞാൻ കഴിച്ചു കാണൂല. അത് ഇങ്ങനത്തെ മസാല ഇടുമ്പോഴുള്ള പ്രശ്നമാണ്. അതങ്ങനെ മസാല ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ മീന് ഒരു മസാല ഇടാൻ പച്ചത്തോര ഇങ്ങനെ ചോദിച്ചു. ഇതാകുമ്പോ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റോടെ കഴിക്കാനാവില്ല. വറുത്താല് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, മസാല ഇടാതെ വറുത്ത. രാത്രി ആയതുകൊണ്ടേ പുറത്തെ സീനറി ഒന്നും കാണിച്ചു തരാൻ പറ്റൂല. പകലാണെങ്കിൽ അങ്ങോട്ട് ഡബറും കാടും മലകളും ആണ്. നമുക്ക് ഇവിടെ അങ്ങോട്ട് വലിയ വീടുകളൊന്നും ഇല്ല, വെറും ഡബറും കാട്. പക്ഷെ രസമാണ് ഇവിടെ നിന്ന് പണിയെടുക്കാനും. പകലിനി ഒരുസം കാണിച്ചായിരുന്നു മുഴുവനായിട്ട്. പകല് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇറക്കി കണ്ടിട്ടുണ്ടാവും. കുറച്ചൊക്കെ മഴയൊക്കെ പെയ്യുമ്പോ നല്ല രസമാണ്. ഇങ്ങനെ എല്ലാ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പാചകം ചെയ്യുക, അതാണ് ഇവിടെ ഉള്ളൊരു ഗുണം. ഇങ്ങനെ പ്രകൃതി ഭംഗി അങ്ങോട്ട് നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയും ചെയ്യാം, ഇവിടെ ഇങ്ങനെ പാചകം ചെയ്യുകയും ചെയ്യാം. അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര രസമാണ്. പ്രതിമ കേറിയിരിക്കും ഞാൻ. എന്നിട്ട് ഞാൻ ചായ നല്ല ചൂടുള്ള കട്ടൻ ചായ ഇങ്ങനെ കുടിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. നമുക്കിങ്ങനെ അത് കണ്ടിലും ഭംഗിയാണ് കേട്ടോ. ടെറസിന്റെ മേലെ വെച്ചാൽ അത് ഞങ്ങള് പണ്ട് നല്ല കുറച്ച് മുന്നൊക്കെ എന്താ പറയാ എല്ലാരും കേറും. താത്താരൊക്കെ പാടെ വൈകുന്നേരം ആയാല് ചായ ഉണ്ടാക്കി ഒരു വീട്ടില് ചായ ഉണ്ടാക്കും, ഓരോരുത്തർ ഞങ്ങള് കടി ഉണ്ടാക്കും. അതിക്ക് വല്ല സംബന്ധിച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് മേലെ പോയിട്ട് കഴിക്കും. പിന്നെ ചൂട് കാലത്താവുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനോ, എല്ലാരും കൂടി പോയി പായൊക്കെ ഇട്ടിട്ട് അവിടെ കിടക്കും. എന്നിട്ട് ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോരാ. അതൊക്കെ രസമാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഈ മഴയൊക്കെ ആയപ്പോ പിന്നെ നിർത്തിയതാ. ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ ചൂട് കാലാകുമ്പോ നമ്മള് വീണ്ടും പരിപാടി അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു ചായ അടിക്കണത് ചോറ പറഞ്ഞിട്ട് എന്റെ ഉമ്മാനെന്ന് വന്നിട്ട് അറക്കും. എന്റെ ഉമ്മാന്റെ കാര്യത്തിൽ തീരുമാനമായി. അമ്മാന്റെ കാര്യത്തിൽ തീരുമാനമായി കയറാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നല്ല രസാണ്. താത്തമാര് കൊറേ താത്തമാരുണ്ട് ഇവിടെ. നമുക്ക് താത്താരാ നമ്മളെ ഓണം തലേന്നത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ താത്തമാരൊക്കെ. അതുകൊണ്ട് എന്താ നമുക്കൊരു ലാഗ് ഉണ്ടാവില്ല. ഇവിടെ നിക്കാനൊക്കെ ഭയങ്കര രസമാണ്. എന്നുവെച്ചാ എല്ലാരും ആ ഒരു പ്രശ്നമേ ഉള്ളൂ. രാവിലെ കുട്ടികളാക്കാൻ പോയാല് പിന്നെ ഏട്ടൻ വരണവരെ ഓരോരുത്തരുടെ വീട്ടിലാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നിട്ട് എന്നും അതിന് ചീത്തയൊക്കെ തന്നെയാ പരിപാടി. ഒക്കെ നല്ലതാണ്. ഒക്കെ ഒരു കുടുംബം പോലെയാണ്. നമ്മളിപ്പോ വന്നിട്ട് ഇപ്പൊ 4 വർഷമായി. ഇതുവരെ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ പോണു. അല്ലാണ്ട് ഈ ഒന്നാമത് നമ്മൾ ഒറ്റ വീടൊക്കെയാണെ നമുക്ക് പുറത്ത് വല്ല എന്തെങ്കിലും പണികളായിട്ടോ വല്ല എന്താ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. ഇതാകുമ്പോ നമുക്ക് അങ്ങനത്തെ പറ്റില്ലല്ലോ. ഫ്ലാറ്റ് അല്ലേ. ഈ ഉള്ളത്തെ പണി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നിന്റെ അടിച്ചോടച്ച് പണികൾ കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ അത് കഴിയും. പിന്നെ ഒരിങ്ങനെ മൂടി പോലെ താത്താരുണ്ടായതുകൊണ്ട് എല്ലാവരും സമയം കഴിയും. രാവിലെ ഓരോടത്താണെങ്കിൽ വൈകുന്നേരം ഓരോടത്ത്. പിന്നെ എന്താ ഞങ്ങൾ സ്റ്റെപ്പിൽ എല്ലാരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നീക്കി സമയം പോണത് അറിയില്ല. അതെ, പണികളൊക്കെ അവിടെ കിടക്കണ്ടാവും. ഗംഭീരാവും. 2 ദിവസം കാണാണ്ടിരിക്കാൻ പറ്റൂല. 2 ദിവസം കാണാണ്ടായ എവിടെ എന്താ വരാഞ്ഞോ ചോദ്യം വരും. പിന്നെ വല്ല അസുഖങ്ങളായിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറുള്ളൂ. നല്ല രസമാണ് ഫ്ലാറ്റിലെ ജീവിതം. ഭയങ്കര രസാട്ടോ, നല്ല രസാണ്. പക്ഷെ എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരാവണം, എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ പിന്നെ ഈ ഫ്ലാറ്റിലുള്ളവരൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് നല്ല രസമാണ്. സമയം പോണത് അറിയില്ല. ഇമ്മാന്റെ സ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു സൂറാത്തുണ്ടേ. അപ്പൊ ഞങ്ങൾ എന്ത് കാര്യങ്ങളും അവിടെ ഒപ്പാണ്. എല്ലാത്തും അവിടെ പോയി പറയും. നമ്മളുടെ എന്ത് പ്രശ്നങ്ങളും സങ്കടവും ഒക്കെ അവിടെ പോയി പറയും. അതേപോലെ എന്തെങ്കിലും വയ്യെങ്കിലും നമുക്ക് കഴിക്കേണ്ട കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഒരു തുള്ളി ഇവിടെ കുറഞ്ഞാലും സജിലയുടെ അമ്മേ അല്ലെങ്കിൽ എന്റെ അമ്മ ഇല്ലാത്തൊരു കുറവപ്പം നമുക്ക് തോന്നൂല. എല്ലാം കൊണ്ടും അതും അതിന് നമുക്കൊരു ഇത് വേണം. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര മക്കളെ പോലെ കണ്ടിട്ടുണ്ടാവും. ഓണത്തലേന്നത്തെ വീഡിയോയില് പാട്ടൊക്കെ പാടിയിരുന്നില്ലേ. പിന്നെന്താ എല്ലാവർക്കും ഒരു മടിയുണ്ട്. പോൽക്കത് ശീലമില്ലാത്ത പരിപാടിയല്ലേ, അപ്പൊ ഒരു മടി ഉണ്ടാവുമല്ലോ. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്.
കറി മീൻ വറുത്തൊക്കെ ഏകദേശം ആയിട്ടോ. നമുക്ക് കഴിച്ചോക്കാം. ഞാനല്ല കേട്ടോ, ഞാനിപ്പൊ കഴിക്കൂല. ഞാൻ ദോശ കഴിച്ചു. ഇതിന് കഴിച്ചിട്ട് വേണം ഞങ്ങക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം. അപ്പൊ എന്തൊക്കെയെന്ന് മീൻ വറ്റിച്ചതും മീൻ പൊരിച്ചതും മുരിങ്ങ താളിച്ചതുകൊണ്ട് ഉപ്പേരി ഒന്നും പ്രത്യേകിച്ച് ഇന്നിപ്പോ അതുള്ളതുകൊണ്ട് അത് മതി. ഇവിടെ എങ്ങനെയാന്ന് അറിയോ, ഇവിടെ ഒരു കൂട്ടൊന്നും പോരാ. ഓരോ ദിവസം വെറൈറ്റി ഒക്കെ വേണം, അല്ലാണ്ട് ഒന്നും പോവൂല. മലപ്പുറം മുരിങ്ങ താളിപ്പിട്ടോ. മലപ്പുറത്തിന്റെ സ്പെഷ്യൽ സാധനമാണ് മുരിങ്ങ താളിപ്പ്. ഇതാണ് മുരിങ്ങ താളിപ്പ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എനിക്ക് വല്ല കടുമാങ്ങ അച്ചാറോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചോറ് സൂപ്പറാണ്. അപ്പൊ നമുക്ക് കഴിക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇവര് കഴിച്ചോളും. ഞാൻ ദോശയായിട്ട് വയറ് ഫുള്ളായി ഏകദേശം തീരുമാനമായി. ഇനി ഇവര് കഴിച്ചോട്ടെ. കഴിച്ചിട്ട് നമുക്ക് ഇനി ലൈവിക്ക് പോണം. ലൈവ് ഇടണം. അപ്പൊ കഴിക്കാൻ പോട്ടോ. നിങ്ങൾ കഴിക്കണ്ട. ആദ്യം ചൂട് ചോറ്, നല്ല അടിപൊളി റേഷനരി. കണ്ടാ പറയൂലട്ടോ റേഷനരി ആണെന്ന്. എന്താ അറിയോ, ഈ റേഷനരിക്ക് ഒരു കോമ്പിനേഷൻ ആണ് ഭക്ഷണങ്ങളില്ലേ. എന്താ വെച്ചാ മതിയോ, മറ്റേ ഓരോരോ കറികളാ ഇതിലേക്ക്. നമുക്ക് ഈ പുളിവെള്ളം, അതേപോലെ ഒരു മുരിങ്ങ താളിച്ചത് ഒക്കെ ഭയങ്കര രസമാണ്. ആ സ്ഥാനത്ത് നമ്മള് കുറുവയ്ക്കും മറ്റേ ജയക്കൊക്കെ ആണെങ്കിൽ നല്ല കുറുകുറുന്നുള്ള സാമ്പാർ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇതിലേക്ക് മീൻകറിയൊക്കെ ഉഷാറാണ്. നമ്മളത് വറ്റിച്ച മീൻകറി CD മുള്ളാനാട്ടോ. CD മുള്ളാൻ. ഈ പഞ്ഞിക്ക് വേണം കേട്ടോ. കണക്ക് മതിയോ? ഞങ്ങൾക്കൊന്നും വേണ്ടേ? അയ്യോ, ഇനി നല്ല പൊരിച്ച മീന്, നല്ല മുരിഞ്ഞ മീൻ കേട്ടോ. മീന് കുറച്ച് താറ്റി പിടിച്ചോ. മീന് CD മുള്ളൻ പൊരിച്ചത് അത് മതിയോ? ഇനി വേണോ? ഞാൻ മുരിങ്ങ താളിച്ചു. ഇനി നമ്മളുടെ മുരിങ്ങ താളിപ്പ്. കൊണ്ടാട്ടം വേണോ? കൊണ്ടാട്ടം മുളക് മുരിങ്ങ താളിപ്പ്. വെള്ളം വേണോ? പോരെ? ആണെങ്കിൽ ഒരു കൊണ്ടാട്ടം വറുത്തതും. കൊണ്ടാട്ടം മുളക് കേട്ടോ. കൊണ്ടാട്ടം. പിന്നെ എന്താ വേണ്ട? ഞാനോ? എന്താ എന്താ മുളക് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അടിപൊളിയാണ്. ഇതെന്തറിയോ, നിങ്ങളെല്ലാരും വിചാരിക്കും ഞാൻ തീറ്റപ്രാന്തത്തിയാണെന്ന്. തന്നപ്പോ തിന്നേ ഉള്ളൂ. ഭർത്താവിന്റെ സ്നേഹം കണ്ടോ ഗൈസ്? ഭാര്യക്ക് വാരി കൊടുത്തിട്ടേ തിന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താ സ്നേഹം. ടേസ്റ്റ് ഉണ്ടോ? രച്ചുണ്ടോ? എന്റെ മുഖം ഒന്ന് കാണിച്ചു. അല്ല, ഏട്ടന് പ്രത്യേകിച്ച് എന്താന്ന് പറയാ, ഭയങ്കര ഇഷ്ടമാണ് മീനിന്റെ ഐറ്റംസ് ആയാ മതി. മീൻ പൂച്ചയാണ് ഇവിടെ. എല്ലാതും മീൻ പൂച്ചകളാട്ടോ. ഇവിടെ സാമ്പാറൊക്കെ ഇക്കന്നെ പോവുള്ളൂ. മീൻ പൂച്ചകളാണ്. എനിക്ക് വല്ല ഉപ്പേരിയോ സാമ്പാറോ പപ്പടോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉഷാറാണ്. അതുകൊണ്ട് ഞങ്ങക്ക് പറ്റിയ പണിയാണ് വലിയേട്ടന് കിട്ടിയത്. അപ്പൊ എല്ലാവരോടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.